ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നോമ്പ് ഇറക്കാനായിട്ട് ഞങ്ങൾക്ക് ബീഫ് സമൂസയും മുട്ട പപ്സും അതുപോലെ നെയ്ച്ചോറും ചിക്കൻ ഷവായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മുടെ സമൂസയുടെയും അതുപോലെ തന്നെ ഷവായയുടെയും റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതുപോലെ ബീഫ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സലാഡിക്കുള്ള കസ്റ്റാർഡിൻ്റെ ആ മിക്സില്ലേ, അത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അത് റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പപ്സിൽക്കുള്ള മുട്ട പുഴുങ്ങാനിട്ടേക്കാണ്. ഇനിയിപ്പോൾ ആദ്യം തന്നെ സവാള അരിഞ്ഞെടുക്കാനുണ്ട്. പപ്സിൽക്കും അതുപോലെ സമൂസയിൽക്കും പിന്നെ നെയ്ച്ചോറിൽക്കും പിന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ട്, അതിൽക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കച്ചമ്പറകൾക്ക് കൂടിയുള്ളതും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സവാള അരിഞ്ഞുകൊണ്ടിരിക്കലേ നമ്മുടെ പപ്സിലേക്കുള്ള മുട്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടാണ്. എന്നിട്ട് ഓരോന്നിൽക്ക് വേണ്ടത് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാറ്റി വയ്ക്കുന്നത് കച്ചമ്പറിൽക്കുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ കച്ചമ്പറിൽ അധികം ഇടുന്നില്ല, ചെറുതായിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതില്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടുങ്ങാനിട്ട് ഇത് മിക്സ് ചെയ്തിങ്ങാനിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന നേരത്ത് ആക്കിയെടുക്കണുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് അത് ഈ ബൗളിലേക്ക് ആക്കിയിട്ട് അത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ അതാ ഇനി പപ്സിൽക്കും സമൂസയിൽക്കും അതുപോലെ ഷവായൽക്കും വേണ്ട തക്കാളി ഇതാക്കിയെടുക്കണം. അപ്പോൾ എല്ലാത്തിൽക്കും കൂടെ ഈ ഒരു തക്കാളി മതിയിട്ട്, അത് ഇച്ചിരി വലിയ തക്കാളിയായിരുന്നു. പിന്നെ സമൂസ ആണെങ്കിലും പപ്സ് ആണെങ്കിലും ഇച്ചിരി എല്ലാം ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അധികം വേണ്ട. പിന്നെ ഷവായയ്ക്കും ഉള്ളതൊക്കെ ആയിട്ട് കറക്റ്റായിരുന്നു. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചത് അത് സമൂസയുടെയും പപ്സിൻ്റെയും ആയ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സമൂസയിൽ ബീഫിൻ്റെ സമൂസയിൽ അങ്ങ് ഗ്രീൻ പീസ് ഇടില്ല, പക്ഷെ ഞാനിവിടെ ചെറുതായിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പ് കറിക്കുള്ള പരിപ്പ് അതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ അവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി ഷവായൽക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആ പച്ചമുളക് അരിഞ്ഞതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞതിട്ടാ, ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളിയും മല്ലിയിലയും കൂടെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ഇത്തിരി സൊർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇടണമെങ്കിൽ അത് എത്രയും നല്ലതാണ്. കാരണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഈ മസാല ഒക്കെ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ അതുമ്പോൾ തേച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൈ നല്ല എരിച്ചിലും പുകച്ചിലും ഉണ്ടായിരുന്നു. സംഭവം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്, പക്ഷെ എന്നിട്ടും എന്താണ് ഇങ്ങനെ കൈക്കാകെ ചുട്ടാതിപ്പുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു ആ മുളകിൻ്റെയും അതുപോലെ കുരുമുളക് പൊടിയുടെ ഒക്കെ എരുണ്ടല്ലോ അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മസാല തേക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ എരിഞ്ഞു ഒരു വിധമാവും. അപ്പോൾ അത് മസാല തേച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് നേരെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ആ മസാല തേച്ച് ചിക്കനും ആ മസാലയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ഈ ചിക്കന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റൊരു വിസിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സമൂസയുടെ ഷീറ്റും പപ്സിൻ്റെ ഷീറ്റും എടുത്തൊന്ന് പുറത്ത് വെച്ചു. ഇനി സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ സവാള വാടി വന്നപ്പോൾ അതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഈ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ബീഫിൽ ഓൾറെഡി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറി മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് ബീഫ് വേവിച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോൾ അതിനകത്തേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുത്ത്, ഭയങ്കരമായിട്ട് പൊടിയണ്ട കേട്ടോ ബീഫ്, അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുത്ത് ഈ മസാല ഒന്ന് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചിക്കന് റെഡിയായി വിസിൽ പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വിസിലൊക്കെ പോയി അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, ബാക്കിയുള്ള മസാല വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇനി കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നോമ്പ് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇശാസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അത് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും കൂടെ ഞാൻ ഇതിനകത്ത് ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്താണ്ട് കാണാം കേട്ടോ. ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറും, അതുകൊണ്ടാണ് ആ കഴിക്കുന്ന നേരത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ അത് ആ പരിപ്പറികൾക്കുള്ള പരിപ്പൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ പരിപ്പറിയിലൊന്നും ഞാൻ വിശദമായിട്ട് ഇതിനകത്തൊന്നും പറയുന്നില്ല കേട്ടോ. തൊട്ടടുത്ത് തന്നെ പപ്സിൽക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്സ് എൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഇടുന്നുണ്ട്. അപ്പോൾ അതാ സമൂസ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ നോമ്പെടുത്തിരിക്കുന്ന സമയത്ത് എന്ന് വിചാരിക്കും നോമ്പ് പറഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ നമ്മളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. അതാണ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിലേക്കുള്ള മസാല എന്നുള്ള കണക്കിലാണ് എടുത്തത്. പക്ഷെ മസാല ആയി വന്നപ്പോൾ 3 എണ്ണത്തിലേക്കുള്ളത് ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഒന്നാമത്തത് പപ്സാണുള്ളത്. അപ്പോൾ പിന്നെ സമൂസ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആയിപ്പോൾ നമ്മൾ കഴിക്കുകയില്ല, അത് അവിടെ ഇരുന്ന് വേസ്റ്റാവും. അതുകൊണ്ടാണ് കുറച്ചാക്കി എടുത്തത്. അപ്പോൾ സമൂസയുടെ ഷീറ്റ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് മൈദയൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്നേക്കാളും നല്ലതാണ് കേട്ടോ ഇതുപോലെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതാ സമൂസയുടെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പറി വെന്തിട്ടുണ്ട്, വിസിൽ പോകാൻ വേണ്ടി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളത്തേക്കുള്ള കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം അടിച്ച് വയ്ക്കണം. നാരങ്ങ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറിലേക്കുള്ള ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ചോറിലേക്കുള്ള ഉള്ളിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതാ സമൂസയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ചോറിലേക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി. അങ്ങനെ അതാ അവിടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ആ പരിപ്പ് കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ പോകണം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് പിന്നെ പേരിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കഴിയുന്ന നെയ്ച്ചോറാണ് കേട്ടോ. അതാണ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു വിസിൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ അല്ലാണ്ട് വയ്ക്കുമ്പോൾ എന്തായാലും നേരം വൈകും. അപ്പോൾ അത് കാരണം വേഗം കുക്കറിൽ തന്നെയാണ് വെച്ചത്. ഇനിയിപ്പോൾ അതാ ജ്യൂസ് അടിക്കാൻ പോകണം. അപ്പോൾ മുന്തിരിയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്.
അതിന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും ആയിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ് കറി. നെയ്ച്ചോറ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചെങ്കിലും നല്ല വിട്ട് വിട്ട് തന്നെയാണ് കിട്ടുക നമുക്ക്. പിന്നെ അതിനകത്തേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പപ്സിൻ്റെ റെസിപ്പി ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് തുറയും റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇശാ കഴിഞ്ഞിട്ടേ പിന്നെ വേറെ എന്തെങ്കിലും നിൽക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷവായുടെ മസാലയും കൂടെ ഞാൻ ലാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും കാണണേ. അങ്ങനെ നോമ്പേറ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം മുഹൂർത്തം ഒക്കെ കഴിഞ്ഞ് ഇശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയത്. അപ്പം ഇനി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാക്കി പണി നോക്കാം. അപ്പോൾ ആ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് ഇപ്പം ഞാൻ എയർ ഫ്രയറിൽ അത് വെച്ച് കൊടുത്തിട്ട് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, അധികം ഓയിൽ ഒഴിക്കാണ്ട് ചെറുതായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ, അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ വറ്റിച്ചെടുക്കൂലേ, എന്നാൽ ഭയങ്കരമായിട്ട് വറ്റിപ്പോവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ. അങ്ങനെ ആ മസാല ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഫുള്ള് കൊടുക്കരുത്, ഒരു ഇത്തിരി മാറ്റി വയ്ക്കണം, ചിക്കൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മസാലയൊക്കെ ഇവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ചിക്കൻ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കച്ചമ്പർ ഉണ്ടാക്കിയെടുക്കണം. ഇതിനകത്ത് ഞാൻ തക്കാളിയോ കുക്കുംബറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആകെ സവാളയും പിന്നെ ഒരു പേരിന് ക്യാരറ്റും അതുപോലെ ഇച്ചിരി മുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സാധാരണ തക്കാളിയും അതുപോലെ കുക്കുംബറും ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളതാണ്. ഇപ്രാവശ്യം ഒന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും ഇതാ ഇവിടെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് ആ മസാലയുടെ മുകളിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലും ചിക്കൻ ഷവായ ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പ് തുറ റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.